നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. 2 വർഷത്തിലധികമായി റഷ്യൻ അധിനിവേശത്തിന്റെ ദുരിതം പേറുന്ന യുക്രൈൻ ജനതയ്ക്ക് സമാശ്വാസമായി യൂറോ കപ്പ് യോഗ്യത. നിർണായകമായ പ്ലേ ഓഫിൽ ഐസ്ലാൻഡിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജൂണിൽ ജർമ്മനിയിൽ നടക്കുന്ന യൂറോ കപ്പിന് യോഗ്യത നേടിയത്. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ടീമിന്റെ തിരിച്ചുവരവ്. യുദ്ധത്തിനിടയിലും തങ്ങൾ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയുകയാണ് ഫുട്ബോളിലൂടെ യുക്രൈൻ എന്ന രാജ്യം. ജൂൺ 17-ന് റുമാനിയക്കെതിരെയാണ് യൂറോ കപ്പിൽ യുക്രൈൻ്റെ ആദ്യ മത്സരം. ബെൽജിയം, സ്ലോവാക്യ, റുമാനിയ തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്. യൂറോ കപ്പിൽ രാജ്യത്തിൻ്റെ തുടർച്ചയായ 4ാം യോഗ്യതയാണ് ഇത്. യുദ്ധക്കെടുതിയിൽ മറ്റു രാജ്യങ്ങളിൽ ഹോം മത്സരങ്ങൾ കളിച്ചാണ് യോഗ്യത നേടിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. യുദ്ധത്തിനിടയിൽ ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി വർഷിക്കുകയാണ്. നമ്മളെല്ലാം ഈ ലോകത്തുണ്ടെന്നും യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളെന്നും കാണിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യുക്രൈൻ കോച്ച് സെർഹി റബ്രോവ് പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ടീമിന് ആശംസകൾ അറിയിച്ചു.